വേനൽക്കാലത്ത് പുറത്ത് മാത്രമല്ല വീടിനകത്തും ചൂട് കാരണം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലെ വേനൽ ചൂട് കുറയ്ക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാം. ആദ്യത്തേത് ക്രോസ് വെന്റിലേഷനാണ്. അതായത് എതിർദിശകളിലെ ജനാലകൾ തുറന്നിടുന്നതിലൂടെ വീടിനുള്ളിൽ വായുസഞ്ചാരം എളുപ്പമാകും. രാവിലെ 5 മണിക്കും 8 മണിക്കും ഇടയിലും വൈകിട്ട് 7-നും 10-നും ഇടയിലുമാണ് തണുത്ത കാറ്റ് കൂടുതൽ ലഭിക്കുന്നത്. ഈ സമയമാണ് ക്രോസ് വെന്റിലേഷൻ ഏറ്റവും ഫലപ്രദമാകുക. രണ്ടാമത്തത് ഐസ് ക്യൂബാണ്. അതായത് ഒരു ടേബിൾ ഫാൻ, ഒരു സ്റ്റീൽ പാത്രം, കുറച്ച് ഐസ് ക്യൂബുകൾ ഇത്രയും ഉണ്ടെങ്കിൽ വീടിനുള്ളിലെ ചൂട് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഒരു സ്റ്റീൽ പാത്രത്തിൽ ഐസ് ക്യൂബ് എടുത്ത ശേഷം അത് ഫാനിന് മുമ്പിലായി വെക്കുക. എന്നിട്ട് ഫാൻ പ്രവർത്തിപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിലുള്ള ഐസ് ഉരുകുകയും അതുമൂലം ഫാനിൻ്റെ കാറ്റിന് നല്ല കുളിർമ ലഭിക്കുകയും ചെയ്യും. മൂന്നാമത്തത് കേർട്ടൻസ് ആണ്. അതായത് കാറ്റിനകത്തേക്കും പുറത്തേക്കും വിടാതെ കേർട്ടനുകൾ ചൂട് കാലത്ത് സ്ഥിതിഗതികൾ വഷളാക്കി ചൂട് അധികരിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പകരം വായു കിടക്കുന്ന തരം കേർട്ടനുകൾ ഉപയോഗിക്കാം. അതുപോലെ കിടക്കക്കരികൾ നനഞ്ഞ ബെഡ്ഷീറ്റോ തുണിയോ വിരിച്ചിടുന്നത് ചൂട് കുറയ്ക്കും. നാലാമത്തത് വീടിനുള്ളിൽ ചെടികൾക്കിടം നൽകാം. അതായത് മണി പ്ലാന്റുകൾ, ചെറുവള്ളിപ്പടർപ്പുകൾ എന്നിവ വയ്ക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചെടികൾ കൂടുതൽ വയ്ക്കുന്നത് സൂര്യപ്രകാശം നേരിട്ട് വീട്ടിലെത്തുന്നത് തടുക്കും. ജനലിൻ്റെ വശത്ത് വയ്ക്കുന്ന വിൻഡോ പ്ലാന്റുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. കാരണം ഇതുമൂലം വീടിനുള്ളിലെ ഊഷ്മാവ് ക്രമപ്പെടുത്തും. അതുപോലെ ഫ്ലവർ വേസുകളിൽ കൃത്രിമ പൂക്കൾക്ക് പകരം തണുത്ത വെള്ളം നിറച്ച ശേഷം പൂക്കളും ഇലകളും ഇട്ടു നോക്കൂ. അതിലൂടെയും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അഞ്ചാമത്തത് വെള്ള നിറം നൽകാം. അതായത് വീടിനുള്ളിൽ കടുനിറങ്ങൾ ചൂട് കൂട്ടും. അതിനാൽ വീടിനുള്ളിൽ ഇളം നിറങ്ങൾ നൽകാൻ ശ്രമിക്കുക. വീടിൻ റൂഫിൽ, ടെറസിൽ സോളാർ റിഫ്ലക്റ്റീവ് വൈറ്റ് പെയിൻറ് അടിക്കുന്നത് ചൂടിനെ പ്രതിഫലിപ്പിച്ച് അകത്തളങ്ങളിൽ കുളിർമ പകരും. ടെറസിൽ ഒരു ഗാർഡൻ ഒരുക്കുന്നതും ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ആറാമത്തത് AC-യുടെ ഉപയോഗമാണ്. അതായത് സെൻട്രലൈസ്ഡ് AC ആണെങ്കിൽ ജനാലകളും ഹെയർ ഹോളുകളും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പഴയ AC-കൾ വേനൽക്കാലത്ത് സർവീസ് ചെയ്ത് പ്രവർത്തനക്ഷമത ഉറപ്പാക്കണം. AC പ്രവർത്തിക്കുന്ന മുറിയിൽ പേപ്പറുകളും മറ്റും അലക്ഷ്യമായി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ പൊടിയടിഞ്ഞാൽ AC-യുടെ പ്രവർത്തനക്ഷമതയെയും ഒപ്പം മുറിയിലിരിക്കുന്നവരുടെ ആരോഗ്യത്തെയും ദോഷകരമായി തന്നെ ബാധിക്കും.